അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെയിലി കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് മെയ് 21, അതായത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മുടെ ലാലേട്ടന് 64 വയസ്സായിരിക്കുന്നു. അപ്പം നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പടക്കളം സിനിമയുടെ കളക്ഷൻ നോക്കാം. പടക്കളം സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ വന്നിരിക്കുന്നത് ഡേ 13 കേരള 63 ലക്ഷം രൂപയാണ്. ഇന്നലെയും വളരെ വലിയൊരു ഹോൾഡ് 60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ ഇന്നലെയും കളക്ഷൻ വന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരു ചെറിയ സിനിമ പോസിറ്റീവ് റെസ്പോൺസിന് ശേഷം എങ്ങനെയാണ് ഹോൾഡ് ചെയ്ത് വലിയൊരു കളക്ഷനിലേക്ക് എത്തുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് പടക്കളം സിനിമ. അപ്പോൾ ഇന്നലെ മാത്രം കേരളത്തിൽ നിന്ന് 63 ലക്ഷവും വേൾഡ് വൈഡ് 67 ലക്ഷം രൂപയുമാണ് പടക്കളത്തിന് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 13 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 8,11,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 91 ലക്ഷവും ഓവർസീസിൽ നിന്നും 2,34 ലക്ഷം രൂപയുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് 13 ദിവസം കൊണ്ട് 11,36 ലക്ഷം രൂപയാണ് പടക്കളം സിനിമയ്ക്ക് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായി ഇതൊരു സൂപ്പർ ഹിറ്റിലേക്കാണ് പോകുന്നത്. ഫൈനൽ ഉറപ്പായിട്ട് ഒരു 15 കോടിക്ക് മുകളിൽ പോകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഇനി അതിനുശേഷം നമ്മുടെ ദിലീപേട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി നോക്കുവാണെങ്കിൽ ഡേ 12 ആയിരുന്നു ഇന്നലെ. ഡേ 12 ചൊവ്വാഴ്ച ദിവസം കേരളത്തിൽ നിന്നും വന്നിരിക്കുന്നത് 72 ലക്ഷം രൂപയും വേൾഡ് വൈഡ് 76 ലക്ഷം രൂപയുമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇപ്പോഴും 70 ലക്ഷത്തിനുള്ള ഒരു സ്റ്റഡി കളക്ഷനിലാണ് ഇപ്പോഴും പ്രിൻസ് ആൻഡ് ഫാമിലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുവാണെങ്കിൽ 12 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും 11,30,00,000 രൂപയും, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 1,87 ലക്ഷം രൂപയും, ഓവർസീസിൽ നിന്നും 535K, അതായത് ഏകദേശം 4,62 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് വെറും 12 ദിവസം കൊണ്ട് 17,78 ലക്ഷം രൂപ, അതായത് അറൗണ്ട് 18 കോടി രൂപയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉറപ്പായും വരും ദിവസങ്ങളിൽ തന്നെ 20 കോടിയും മറികടന്ന് ഫൈനൽ ഒരു 25 കോടിക്ക് മുകളിൽ പോകുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു സൂപ്പർ ഹിറ്റിലേക്കാണ് സിനിമ പോയി. ഇനി അതിനുശേഷം നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ തുടരും സിനിമയുടെ കളക്ഷൻ നോക്കുവാണെങ്കിൽ 26 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഡേ 26 കളക്ഷൻ കേരള വന്നിരിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ്. അപ്പോൾ ഇന്നലെയും 1 കോടിക്ക് മുകളിൽ കളക്ഷൻ വന്നിരിക്കുന്നു. ഇന്നും 1 കോടിക്ക് മുകളിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വേൾഡ് വൈഡ് ഇന്നലെ മാത്രം കളക്ഷൻ വന്നിരിക്കുന്നത് 1,40 ലക്ഷം രൂപയാണ്. ഇനി ഇതുവരെയുള്ള 26 ദിവസത്തെ ടോട്ടൽ കളക്ഷൻ നോക്കുവാണെങ്കിൽ കേരള 112,45 ലക്ഷം, അതായത് കേരളത്തിൽ നിന്ന് മാത്രം 112.5 കോടി എത്തിയിരിക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യ 19,75 ലക്ഷം, 20 കോടിക്ക് അടുത്ത് എത്തിയിരിക്കുന്നു. ഓവർസീസിൽ നിന്നും 10.78 മില്യൺ, അതായത് ഏകദേശം 92,40 ലക്ഷം എത്തിയിരിക്കുന്നു. അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് തുടരും സിനിമ 26 ദിവസം കൊണ്ട് 224,50 ലക്ഷം, 224.5 കോടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നുകൊണ്ട് ലാലേട്ടൻ്റെ ബർത്ത്ഡേ ദിവസം തന്നെ തുടരും സിനിമ 225 കോടി വേൾഡ് വൈഡും മറികടന്ന് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ എന്ന ടാഗിലേക്ക് എത്തിച്ചേരും. അപ്പം നമ്മുടെ ഇന്നത്തെ ഡെയിലി കളക്ഷൻ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് നാളെ ഇതേ സമയത്ത് ഇതേ സിനിമകളുടെ പുതിയ കളക്ഷനുമായിട്ട് നമുക്ക് രാവിലെ കാണാം.